ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരു ചെടി നടൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു മിഠായി ബോക്സ് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അമ്മയ്ക്കെങ്ങാനും ആവശ്യമില്ലെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു അങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ ആവശ്യത്തിന് അങ്ങോട്ട് ഉപയോഗിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൽ ചെടി നടാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു 4-5 ഓട്ടകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മണി പ്ലാന്റിന് എടുത്തിട്ട് ഈ ഒരു ബോക്സിൽ മണ്ണെല്ലാം സെറ്റ് ചെയ്ത് അതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കുറേശ്ശെയായിട്ട് മഴ ചാറുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മണ്ണ് നല്ല നനവോട് കൂടിയാണ് ഇരിക്കുന്നത്. അതാണിങ്ങനെ ഉണ്ട പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മണ്ണിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ചാണകപ്പൊടി മാത്രമാണ്. ആദ്യം പാത്രത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് കല്ലുകൾ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മണ്ണും ചാണകപ്പൊടിയും കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ തൈ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നല്ല പോലെ വേര് വന്നിട്ടുള്ള മണി പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൽ നിന്നും പുതിയ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു പോട്ടിൽ സെറ്റാക്കി വെച്ചു. അപ്പോൾ ബാക്കിയുള്ള ഇത് ഇനി വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിനെയും കൂടി ഒരു മണ്ണിലാക്കി ഒരു പാത്രത്തിലാക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ എല്ലാതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേരുകളുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വേരൊന്ന് മൂടിക്കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഞാൻ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു മിക്സ് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തോട്ടും വിതറി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നല്ല നനവുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ഉണ്ടുണ്ട പോലെയാണ് മണ്ണ് കിടക്കുന്നത്. അങ്ങനെ എല്ലാ സൈഡിലോട്ടും കുറച്ചും കൂടി മണ്ണ് വിതറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മണി പ്ലാന്റിൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു കപ്പുകളിൽ ഉണ്ടായിരുന്ന എല്ലാ തൈക്കളും ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 6-7 തൈക്കളോളം ഉണ്ട് കേട്ടോ ഇതിൽ. അങ്ങനെ ഒരു തുണ്ടേശ വെള്ളം ഞാൻ ഇതിൻ്റെ ഇലകൾക്കും ഒന്നിങ്ങനെ നനച്ചു കൊടുത്തു. ആ വെള്ളം ഇങ്ങനെ ഇലകളിലോട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സുഖം. അങ്ങനെ മണി പ്ലാന്റ് നമ്മളുടെ ഈ ഒരു പോട്ടിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മണ്ണുമായിട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിലോട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.